നമസ്കാരം. നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഗ്രഹമാണ് വ്യാഴം. അറിവ്, വിദ്യ, ദാമ്പത്യം, കുഞ്ഞ്, വിശ്വാസം എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നത് വ്യാഴമാണ്. നിലവിൽ വ്യാഴം ഇടവം രാശിയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് വ്യാഴം മാറുന്നതാണ്. അതിനാൽ ഈ രാശിക്കാർക്ക് അഥവാ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലം തന്നെയാണ് വന്നു ചേരുക. വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തിൽ ഇവർക്ക് ഈ സൗഭാഗ്യങ്ങൾ തേടി എത്താവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏതെല്ലാം സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ കൂടുതലായും വന്നു ചേരുക. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ്. മീനം രാശിയുടെ 4ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ രാശിക്കാർക്ക് നിരവധിയാർന്ന ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. കാരണം സാമ്പത്തികപരമായ ഉന്നതി, സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. ജീവിതത്തിൽ പലവിധ പ്രാരാബ്ധങ്ങളാലും ബുദ്ധിമുട്ടുകളാലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങളാണ് 2025 ഇവർക്ക് ഉടലെടുക്കുക. സന്തോഷവും സമാധാനവും ഈ രാശിയിൽ വരുന്ന നക്ഷത്രത്തിന് അനുഭവിക്കാൻ യോഗം വന്നു ചേരും. കൂടാതെ ഈ സമയം ഉയർച്ച താഴ്ചകൾ പലപ്പോഴും നിങ്ങൾക്ക് തരണം ചെയ്ത് ഉയർച്ചകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രാരാബ്ധങ്ങൾ ഇല്ലാതാക്കുവാനും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാകുന്നു. കൂടാതെ ഈ സമയം സ്നേഹിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് നിരവധിയാർന്ന സഹായങ്ങൾ, പ്രതീക്ഷിക്കുന്നതായ സന്ദർഭങ്ങളിൽ സഹായങ്ങൾ വന്ന് ചേരുകയും ചെയ്യാം. ധനപരമായ സഹായങ്ങൾ, കൂടാതെ പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ബിസിനസ് പരമായും ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഉയർച്ച വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. നിരവധിയാർന്ന ഗുണകരമായ ഫലങ്ങളാണ് ഈ നക്ഷത്രത്തെ അഥവാ ഈ രാശിയെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില അവസരങ്ങൾ, അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ സ്ഥല വിൽപ്പനയുമായി ബന്ധപ്പെട്ടോ അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി തിരികെ ലഭിക്കണം എന്ന് വിചാരിക്കുന്നതായ ധനം തിരികെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. വീട് സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. രോഗദുരിതങ്ങൾ, കടബാധ്യതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഈ സമയം സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ദാമ്പത്യത്തിൽ ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഏത് കാര്യവും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന പ്രത്യേകതയും വന്നു ചേരാം. ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന അവസരങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല മേഖലകളിൽ നിന്നായി അഥവാ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. സമ്പത്ത് വർദ്ധിക്കുന്നതാകുന്നു. പുതിയ വീട്, സ്വത്ത് എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വാഹനങ്ങൾ മാറ്റി വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം.
കൂടാതെ സൽപ്പേര് നിങ്ങൾക്ക് നിലനിർത്തുവാനും പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാനും സാധിക്കും. കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ കലാമേഖലയിൽ നിന്നും പ്രശസ്തി വർദ്ധിക്കുക. പെട്ടെന്ന് തന്നെ കലാമേഖലയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. പുതിയ അവസരങ്ങൾ പോലും ഈ സമയം നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കുവാൻ ആലോചിക്കുകയും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. കൂടാതെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ഉപഭോക്താക്കളുടെ വർധനവ് പ്രതീക്ഷിക്കാവുന്നതായ ഒരു വർഷം കൂടിയാണ് വന്നു ചേരുക. സാമ്പത്തിക ബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വരാനിരിക്കുന്നത് മികച്ചതായ അവസരങ്ങളാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പഠനത്തിൽ മികച്ചു നിൽക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. വിദേശത്തെ ജോലി തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രതീക്ഷിക്കാതെ തന്നെ അവസരങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. കാരണം ഈ സമയം ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും വിജയങ്ങൾ കാണുവാൻ സാധിക്കും. അതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കാര്യവിജയങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം മറ്റൊരു കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സമയം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ തിരിച്ചടികൾ സംഭവിക്കാവുന്നതാണ്. ചില വ്യക്തികളുടെ നൽകുന്നതായ പ്രതീക്ഷകളാൽ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാൽ കണ്ണടച്ച് വിശ്വസിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ പിന്തിരിയേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. ഏതൊരു കാര്യവും നിങ്ങൾക്ക് ബോധ്യം വന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും തിരിച്ചടി ലഭിക്കുക. നിങ്ങൾക്ക് ആവശ്യ സമയത്ത് പ്രതീക്ഷിച്ചതായ സഹായം പല വ്യക്തികളിൽ നിന്നും ലഭിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അത്തരം വിഷമങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പോകുവാൻ േണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് തുടക്കത്തിൽ തടസ്സങ്ങൾ നേരിട്ടാൽ പോലും പിന്നീട് ആ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. 2025 ഇപ്രകാരമുള്ള ഫലങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായും വന്നു ചേരുക. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം വന്നു ചേരുന്ന പല തടസ്സങ്ങളെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒഴിവാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും.